മോർണിംഗ്. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മൂത്ത മക്കളെ ബർത്ത്ഡേ ആണ്. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങളെ വിഷ് ചെയ്യണം. അവർ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് വിഷ് ചെയ്യാം. ഇവർക്ക് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പം മാവൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാം. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണത്. എന്നിട്ട് ചായ കുടിക്കാം. സാമ്പാർ വെക്കേണ്ട പച്ചക്കറികൾ എടുക്കുമെന്ന് അപ്പം സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതരിഞ്ഞ് എടുക്കാം. ഇത് വേവിച്ചെടുക്കാം. അപ്പം വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ടായി. അപ്പം ഞാനത് പൊട്ടിച്ച് വയ്ക്കുന്നു. വെളിച്ചെണ്ണക്കൽ എന്താ പൈസ ഇപ്പം നമുക്ക് മറ്റേ ഓയിലാണെങ്കിൽ അത് പറ്റുന്നുമില്ല, വയറിന് പിടിക്കുന്നില്ല ഓയിൽ. അപ്പം നിങ്ങളൊക്കെ ഏതാ ഉപയോഗിക്കുന്നതെന്ന് പറയണേ. ഈ 1/2 ലിറ്റർ വെളിച്ചെണ്ണക്കാണ് 250 രൂപ. അപ്പോൾ പാവപ്പെട്ടവരെങ്ങനെ ജീവിക്കും? മറ്റേ ഓയിലാണെന്ന് പറ്റുന്നുമില്ല, ഭയങ്കര തന്നെ. അപ്പം ഞാൻ ഇഡ്ഡലി തട്ടിൽ ആദ്യം എണ്ണ തേച്ചിട്ട് ഒന്ന് ആവിയേറ്റി എടുക്കും. പെട്ടെന്ന് ഇഡ്ഡലി ഇളകി വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിലൊന്ന് ഒട്ടിപ്പിടിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനത് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം ഞാനിതിൽ എണ്ണ തേച്ച് കൊടുക്കുമെന്ന്. അപ്പം ഞാൻ എണ്ണയെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ആവിയേറ്റി എടുക്കും. അപ്പം ഇതെല്ലാം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചതാണ്. അപ്പം ആവി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കോരിയിരിക്കാം. അപ്പം ഞാൻ കട്ടിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് വേവിച്ചെടുക്കാം. തീർന്നിട്ടുണ്ടായി. അപ്പം മുളക് പൊടി ഒഴിച്ചിടാൻ വേണ്ടി പോകുന്നത്. മുളക് പൊടി എരിയും, അങ്ങോട്ട് പോ. കണ്ണിലാവേ എന്തേ പുനടി കൊടുക്കട്ടാ. അമ്മ അയച്ചു കിട്ടാ. അങ്ങോട്ട് പോയിക്കോ മുളക് പൊടി വന്നിട്ടാ. അപ്പൊ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാനൊരു റെസിപ്പി ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന രീതി. സാമ്പാറിന് വേണ്ടിയിട്ട് അപ്പം ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ കഴിക്കൂല. എത്രപോലെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിന് ഇത് ചൂടാക്കി എടുക്കണം. അപ്പം ഇഡ്ഡലി ആയ നോക്കാം, ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി പെട്ടെന്ന് ഇളകി വരും. തക്കാളി വെണ്ടയ്ക്കയും ചെറിയ ഉള്ളിയെല്ലാം ഞാൻ വഴറ്റിയെടുക്കുമെന്ന്. വേറെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അപ്പം ഞാനത് അരിഞ്ഞെടുക്കുമെന്ന്. അപ്പം ഇതിൻ്റെ ചൂട് പോയിട്ടുണ്ട്. അപ്പം ഇത് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ തക്കാളിയും വെണ്ടയ്ക്കയും ഇതൊക്കെ വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് വാടി വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ച പരിപ്പും പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. ആ പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പൊടി വറക്കാൻ വേണ്ടിയിട്ട് ചീരട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കടുക് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുവറ 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 കടുകിങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന
അതിനാണ് കടുവറ കടുവറ എന്ന് പറഞ്ഞു. നീ പറഞ്ഞേ കടുവറ കടുവറ കടുവറ. അപ്പൊ പച്ചമുളക് ഞാൻ വാങ്ങാനാകുമ്പോ ഇടൂല, ഞാൻ അതിന്റെ കൂടി ഇടൂല. പിന്നെ എൻ്റെ അടുത്ത് മല്ലിയിലും ഇല്ല, കറിവേപ്പില മാത്രമേ ഇല്ലൂ. നിങ്ങളുടെ അടുത്ത് മല്ലിയിലുണ്ടെങ്കിൽ ഇട്ടോ, സൂപ്പർ സാമ്പാറായിരിക്കും. അതിന് ഈ പൊടികൾ നമ്മൾ വറുത്തെടുക്കും. പൊടി കരിയാണ്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പൊ ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വറുക്കാം. അപ്പൊ കുറച്ച് കായം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ പൊടി ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ മുളക് മുറിച്ചിട്ടുന്നുണ്ട്. കറി ആയിട്ടുണ്ട്. കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായ ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടെ കായ ഇട്ട് കൊടുക്കാം. അപ്പം കറിവേപ്പിലും കൂടി ഇട്ടിട്ട് എൻ്റെ അടുത്ത് മല്ലിയിലില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടോ. അപ്പം സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല സൂപ്പർ സാമ്പാറാണ്. കണ്ടോ, അടിപൊളി സാമ്പാറാണ്. ഒന്ന് വെച്ച് നോക്കുക കേട്ടോ എല്ലാവരും. ഒരുപാട് പാത്രം കഴുകാനായിട്ടുണ്ട്. അപ്പം ഞാൻ പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് മക്കൾക്ക് ചായ എടുത്ത് കൊടുക്കണം. എനിക്ക് ചായ കുടിക്കണം. വിശക്കാൻ തുടങ്ങി കുറേ സമയമായില്ലേ. പാത്രം കഴുകിയിട്ട് ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി പാത്രമെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്കൊക്കെ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് സാമ്പാർ വെച്ച് കൊടുക്കാം. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന്. നല്ല ഇഡ്ഡലി, പൂവത്തെ ഇഡ്ഡലി, നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി, നല്ല അടിപൊളി സാമ്പാർ, ഈസി സാമ്പാർ. ഇതിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.